നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കൺവെൻഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം മണ്ഡലത്തിലകത്തും പുറത്തുമുള്ള അഭ്യുദയകാംക്ഷികളെയൊക്കെ വിളിച്ച് അവരുടെ അനുഗ്രഹാശംസകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ആളുകളെ കഴിയാവുന്ന എല്ലാ രീതിയിലും കാണാനും അനുഗ്രഹം തേടാനും അതുപോലെ വോട്ട് അഭ്യർത്ഥിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പുള്ളി പാണക്കാട്ട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി. ഇനി പോസ്റ്റർ അടിക്കണം, ഫ്ലക്സ് വെക്കണം, തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കണം. LDFലാണ് ഈ ആലോചനകൾ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. പാർട്ടിക്കാരൻ വേണോ, സ്വതന്ത്രം വേണോ, പാർട്ടിക്കാരൻ വേണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. ചില ഫുട്ബോൾ കളിക്കാരെ ആലോചിക്കുന്നുണ്ട്, മഞ്ചേരി ആശുപത്രിയിൽ ഒരു ഡോക്ടറെ ആലോചിക്കുന്നുണ്ട്, പിന്നെ പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള ചില സഖാക്കളെയും ആലോചിക്കുന്നുണ്ട്. സ്വരാജ് മത്സരിക്കാൻ തയ്യാറില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ തോറ്റതാണ്, ഇനി നിലമ്പൂർ സ്വന്തം നാടാണ്, അവിടെയും കൂടി നിന്ന് നാറണ്ട എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാടിലെത്താൻ കഴിഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് BJP മത്സരിക്കില്ല, വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ BDJS മത്സരിച്ചോട്ടെ എന്നാണ്. തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് BJPക്ക് വേണ്ടി മത്സരിച്ചോട്ടെ, ഞങ്ങൾ എന്തിനു വെറുതെ ഇതിലേക്ക് വലിച്ചഴക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് മത്സരിക്കാത്തതെന്ന് വെച്ചാൽ ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ അത്ര വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ എപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തമ്മിൽ, രണ്ട് മുന്നണികൾ തമ്മിൽ നേർക്ക് നേർ പോരാട്ടം. അതിൽ മൂന്നാമതൊരു കക്ഷിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതറിയാവുന്നതുകൊണ്ടാണ്. ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവർക്ക് നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റി. അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പാലക്കാട്ട് അവർ രണ്ടാമത്തെ പാർട്ടി ആയതുകൊണ്ട് അവിടെയും അവർക്ക് ശക്തമായിട്ട് മത്സരം കാഴ്ചവെക്കാൻ ശ്രമിച്ചു. മുമ്പ് അരുവിക്കരയിലും ഇതുപോലെ BJPക്ക് സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊഴിച്ചാൽ പൊതുവേ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പ്രകടനം വളരെ വളരെ പരിതാപകരമാണ്. അതിൻ്റെ കാരണം ഇതാണ്, രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഭീകരമായ മത്സരമായിരിക്കും. അതിനിടയ്ക്ക് മൂന്നാമൊരു സ്ഥാനാർത്ഥിക്ക് വലിയ പ്രസക്തിയില്ല. അതാണ് പുതുപ്പള്ളിയിൽ സംഭവിച്ചത്, അതാണ് തൃക്കാക്കരയിൽ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മത്സരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ BJP വോട്ട് മറിച്ചു, BJP LDFന് വോട്ട് വിറ്റു, അല്ലെങ്കിൽ UDFന് വിറ്റു എന്നൊക്കെ എതിരാളികൾ ആരോപണം ഉന്നയിക്കും. പിന്നെ പാർട്ടിക്കാർ ഞങ്ങൾ വിറ്റില്ല, ഞങ്ങൾക്ക് വാങ്ങിയ ശീലമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് ന്യായീകരിക്കാനും ക്യാപ്സൂൾ ഇറക്കാനും നടക്കേണ്ടതായിട്ട് വരും. അതാണ് BJPയുടെ അവസ്ഥ. ഏതെങ്കിലും ഒരാൾ പിടിച്ചുകൊടുന്ന അവസാന സ്ഥാനാർത്ഥിയാക്കും എന്നതിന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ രാധാകൃഷ്ണനോട് പറഞ്ഞാൽ പുള്ളി നിലമ്പൂരെല്ലാം മഞ്ചേരിയിൽ വരെ മത്സരിക്കാൻ തയ്യാറാണ്. പുള്ളിയോട് ചോദിക്കുമില്ലോ എന്ന് മാത്രമേ നമുക്ക് അറിയാറുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത് അൻവറിൻ്റെ കാര്യമാണ്. അൻവറിന് മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യം വളരെ ഗുരുതരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണം. മത്സരിക്കണം എന്നാണ് പുള്ളിയുടെ താല്പര്യം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ നമുക്കറിയാം, അതൊരു അഖിലേന്ത്യാ പാർട്ടിയാണ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പോൾ അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ പുള്ളിക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. പുള്ളിയുടെ പേര് പ്രഖ്യാപിക്കേണ്ടതും ചിഹ്നം അനുവദിക്കേണ്ടതും മമതാ ബാനർജിയാണ്. മമതാ ബാനർജി, അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജി, പിന്നെ പാർട്ടിയുടെ ലോക്സഭയിലെ നേതാവ് സുദീപ് ബന്ദോപാധ്യായ, പിന്നെ മൗവ മൊയ്ത്ര, അതുപോലെ ക്രിക്കറ്റ് കളിക്കാരൻ യൂസഫ് പത്താൻ, ഇങ്ങനെയൊക്കെയുള്ള അഖില ലോക നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കുള്ളത്. പിന്നെ സാഗരിക ഘോഷ്, ഡെറിക് ഒബ്രിയാൻ, ഇങ്ങനെയൊക്കെയുള്ള ഗടാഗടിയന്മാരായിട്ടുള്ള നേതാക്കന്മാരെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ അൻവർ സാഹിബിന് മത്സരിക്കാൻ പറ്റുള്ളൂ. പഴയ അൻവറല്ല, ഇടതു സ്വതന്ത്രനായിരുന്ന അൻവറല്ല. ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു അഖില ലോക പാർട്ടിയുടെ കേരളത്തിലെ വിനീതനായ ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അഖിലേന്ത്യാ നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരിക്കാൻ പുള്ളി തയ്യാറാണ്, മമതാ ബാനർജി തയ്യാറാവോ ഇല്ലയെന്ന് നോക്കാനുള്ളൂ. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ യാതൊരു സംശയവും കൂടാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരു കൂട്ടരുണ്ട്. അത് നമ്മൾ ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന SDPIക്കാരാണ്. അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് SDPIയുടെ സ്ഥാനാർത്ഥി. പുള്ളി മത്സരരംഗത്ത് വരിക മാത്രമല്ല, പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. SDPI ജയിക്കും. അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേരള നിയമസഭയിൽ അംഗത്വം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 2026 2025 തന്നെ അംഗത്വം ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല 2047 അവർ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറും.
ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ, മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ, രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഉറപ്പാക്കാൻ SDP-യുടെ ധീരസേനാനി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നാണ് അവരുടെ വിജയങ്ങളുടെ തുടക്കം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ UDF-ന് നിരുപാധിക പിന്തുണ കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. പാലക്കാട്ട് അവരുടെ പരിപൂർണമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു. മാങ്കൂട്ടം ജയിച്ച് കോൺഗ്രസ്സുകാർ പ്രകടനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ പടക്കം പൊട്ടിക്കുകയും പ്രകടനം നടത്തിച്ചു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയോട് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങളെന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു സാധാരണ രീതി. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല, അല്ലെ അദ്ദേഹത്തിന് വേണ്ടി മത്സര ഗോതയിൽ ഇവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് ചോദിച്ചാൽ, ആര്യാടൻ മുഹമ്മദ് വലിയ മതേതര പ്രതിച്ഛായുള്ള ആളാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. പുള്ളിയും ഇതേ വിഭാഗക്കാരനാണ്. അദ്ദേഹത്തിന് മതേതര പ്രതിച്ഛായ മാത്രമല്ല, ഈ തീവ്രവാദത്തോട്, മതമൗലികവാദത്തോട്, മതരാഷ്ട്രവാദത്തോടൊക്കെ വലിയ എതിർപ്പാണ്. അതുകൊണ്ടാണ് ഈ മൗദൂദി ചാനലും ഫെയർവെൽ പാർട്ടിയും നാളിതുവരെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത്. എല്ലാ ദിവസവും അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി വേറെ ഉണ്ടായിരുന്നു. അൻവറിന് UDF കൊടുത്ത വാക്ക് പാലിച്ചില്ല. അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തെ ഇവർ പിന്തുണച്ചില്ല. അൻവർ വലിയ ത്യാഗം ചെയ്തിട്ട് വന്ന ആളാണ്. എന്നിട്ട് ആ രീതിയിലുള്ളൊരു അംഗീകാരം, ആ രീതിയിലുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നിഷാദ് റാവുത്തരും ദാവൂദ് സാഹിബും ഒക്കെ പറയുന്നത്. അൻവറിനോട് നീതികേട് ചെയ്തു, ആര്യാടൻ ഷൗക്കത്ത് സുമാറില്ലാത്ത ആളാണ് എന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരോടൊക്കെ വലിയ എതിർപ്പുള്ള ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ ദൈവനാമത്തിൽ നിന്നുള്ള സിനിമ തന്നെ തീവ്രവാദത്തിനെതിരായിട്ട് നിർമ്മിക്കപ്പെട്ടുള്ളതാണ്. അപ്പോൾ മാധ്യമം, പത്രം അല്ലെങ്കിൽ മീഡിയ വൺ ചാനൽ പ്രതികരിക്കുന്ന മൗദൂദിസ്റ്റ് രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ആളാണ് ഷൗക്കത്ത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മൂലധനം. പിന്നെ ആര്യാടൻ്റെ മകനുള്ളൂ. ആ രീതിയിലുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിനെ ഉലത്തിക്കളയാം എന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരായ പുല്ലന്മാർ വിചാരിക്കുന്നത്. ഇവരെന്ത് വിചാരിച്ചാലും അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ അവർ പ്രത്യാശ കൈവിടുന്നില്ല. ഒരു സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുകയാണ്. ഏതായാലും പാലക്കാട്ട് ചെയ്ത പോലെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് നിലമ്പൂർ ഷൗക്കത്തിന് കിട്ടുകയില്ല എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ വേറൊരു ഗുണമുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാർ ജമാഅത്തെ ഇസ്ലാമിക്കാർ ശക്തമായിട്ട് എതിർത്താൽ ആ സ്ഥാനാർത്ഥി ജയിച്ചു പോകും. കോഴിക്കോട്ട് MK മുനീർ അങ്ങനെയാണ് ജയിച്ചത്. ഒരു സമയത്ത് അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജിക്കും ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. KM ഷാജിയും MK മുനീർ എവിടെ മത്സരിച്ചാലും സുഡാപ്പികളും മൗദൂദികളും അവരെ എതിർക്കും. അവരെ എതിർക്കുന്നിടത്തോളം കാലം എതിർ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് ധാരാളം വോട്ട് ചോർന്ന് കിട്ടും. അങ്ങനെയാണ് ജയിക്കുന്നത്. അതാണ് MK മുനീറിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്. അദ്ദേഹത്തിൻ്റെ നിലപാട് തറ വളരെ ശക്തമായതുകൊണ്ടാണ്. അതുപോലെ ഒരു നിലപാട് തറയുള്ള ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതുകൊണ്ട് മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും മറ്റെല്ലാ വിധ്വംസക ശക്തികളും അദ്ദേഹത്തെ എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അന്തിമ വിജയം ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.